എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ്. ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ. പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. ഈ സിനിമ എന്തെന്നറിയത്തില്ല. ദിലീപേട്ടൻ്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടൻ്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറെ ഒന്നുമല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോനെ വെച്ചിട്ടാണ് ഞാൻ സിനിമ എടുത്തതെന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപി മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യം, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയതുകൊണ്ടിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളതെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്ന് മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, ആര് അഭിനയിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ടൈറ്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവും. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. പോയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളൂ. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുവാനായിട്ട് ഞാനിതിൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പു തരുവാണ്. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ്. എപ്പോഴും നമുക്ക് എപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ
ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ഇവനുണ്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു 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 വ്യക്തി, അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിപ്പോ ഞാനായിക്കോട്ടെ, ഷാരിസ് ആയിക്കോട്ടെ, ബിൻഡോ ആയിക്കോട്ടെ. അപ്പം ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, ഒരു 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 വേറിട്ട സിനിമയായിരിക്കും, അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100% നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു തോന്നൽ മാത്രം